ഹായ് ഹലോ പുന്നാര കൽബുകളെ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ മാത്രം റെഡിയാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നോമ്പ് തുറന്ന് നിസ്കരിച്ചിട്ട് നമുക്ക് അടുത്ത ദോശ ചുടക്കും ബാക്കി കാര്യങ്ങൾ, അതായത് നമുക്ക് മെയിനായിട്ട് കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിനോട്ട് കിച്ചണിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഈ നേരത്തെ റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നാൽ ചിലപ്പോൾ നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞ് ഇഷ ആയിട്ടേ ചിലപ്പോൾ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നിസ്കരിച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ആ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എളുപ്പമുള്ളതാണെങ്കിൽ അങ്ങനെ റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എന്നാ ചെയ്യുന്നു? നോമ്പൊക്കെ തുറക്കാനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ആക്കി റെഡിയാക്കി ഇരിക്കുകയാണല്ലേ. അപ്പം നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ്, അപ്പം ഇവിടെ പുറത്തുള്ളവരാണെങ്കിൽ അങ്ങനെ എല്ലാമൊക്കെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കുറേ ടൈം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ നിസ്കരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത്. കിച്ചണിൽ വന്ന് ആദ്യമേ നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, ഫ്രൂട്ട്സും സ്നാക്കൊന്നും പോരല്ലോ. അപ്പോൾ ഇതാ ഞാൻ ദോശ ചുടുകയാണ്. അതിന് വേണ്ടി ദോശയും ചുടുന്നുണ്ട്. പിന്നെ എന്താ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ഉണ്ണിയപ്പവും പൊരിക്കുന്നുണ്ട് കൂടെ തന്നെ. കാരണം ഞാൻ ഉണ്ണിയപ്പം പൊരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ചായിരുന്നു, മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ അതിട്ടിട്ട് കുറച്ച് പൊരിച്ച് മാറ്റിയിട്ട് ഞാൻ നേരെ നിസ്കരിക്കാൻ പോയായിരുന്നു, നോമ്പ് തുറക്കാൻ പോയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചതേ. കാരണം പൊരിച്ച് വെച്ചിട്ടും അങ്ങനെ കഴിക്കുകയൊന്നും ഇല്ലല്ലോ ആരും അങ്ങനെ ഒരുപാട്. അപ്പം ആവശ്യത്തിന് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി വിചാരിച്ച് പിന്നെ ചെയ്യാമെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് പരിപാടികൾ? അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് മുട്ടയും ബ്രെഡും പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തൊരു ഇതുപോലെ മോക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും ഗോതമ്പും കൂടെ മിക്സിങ് ഒരു ഐറ്റം ഉണ്ട്, അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാലൻസ് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഞാൻ രണ്ടാമതാണ് പിന്നെ ആ ടൈമിനാണ് പൊരിച്ചെടുത്തത്. അതായത് നിസ്കരിച്ചിട്ടൊക്കെ വന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ബാലൻസൊക്കെ പൊരിച്ചെടുത്തത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ആരും ചോദിക്കണ്ട കേട്ടോ. കാരണം ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു അമീബയുടെയൊക്കെ ഷേപ്പ് വന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ.